أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمحصنات من النساء إلا ما ملكت أيمانكم. 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 كتاب الله عليكم. كتاب الله عليكم. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء أن تبتغوا بأموالكم محصنين غير مسافحين. أن تبتغوا بأموالكم محصنين غير مسافحين. فما استمتعتم به. فما استمتعتم به منهن فآتوهن أجورهن فريضة. فاستمتعتم به منهن فآتوهن أجورهن فريضة. فآتوهن أجورهن فريضة. فآتوهن أجورهن فريضة. ولا جناح عليكم فيما تراضيتم به. ولا جناح عليكم فيما تراضيتم به. ولا جناح عليكم فيما تراضيتم به من بعد الفريضة. ولا جناح عليكم فيما تراضيتم به من بعد الفريضة. إن الله كان عليما حكيما. إن الله كان عليما حكيما. ഇപ്പോൾ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ 23-ാമത്തെ ആയത്തിൽ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ആ ഒരു ആയത്ത് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ അവിടെ പറയാത്ത ഒന്നുകൂടെ ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. അതായത് മറ്റൊരാൾ വിവാഹം കഴിച്ച, അതായത് ഒരാളുടെ കെട്ടിലിരിക്കണ, നിലവിൽ അവൾ വേറൊരാളുടെ ഭാര്യയാണ്, അങ്ങനത്തെ അവസ്ഥയിൽ അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഉമ്മനെ വിവാഹം കഴിക്കാൻ പറ്റൂല, മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, മകളെ കുട്ടിനെ വിവാഹം കഴിക്കാൻ പറ്റൂല, മകന്റെ കുട്ടിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അമ്മായിനെ പറ്റൂല, ഇളയമനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ആ കൂട്ടത്തിൽ ചേർത്ത് പറയാണ്, നിലവിൽ ഒരാളുടെ ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കാൻ പാടില്ല. അതാണ് ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നത്. പക്ഷെ അപ്പൊ അതൊന്ന് ഒഴിവാക്കി പറഞ്ഞത്, അതായത് വിവാഹിതയാണെങ്കിലും അവളെ വിവാഹം കഴിക്കാം. അതാരാണ്? അടിമകളായിട്ടുള്ള സ്ത്രീകൾ. ഔമാ മലക്കത്ത് ഐമാൻ. അടിമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസബിയാണ്. അതായത് ഈ മുസ്ലിങ്ങളും അതേപോലെ തന്നെ അല്ലാത്ത ആളുകളും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അടിമകളായി പിടിക്കപ്പെടുന്ന ആളുകൾ. അത് അന്നത്തെ നിയമം പറഞ്ഞാൽ ഇസ്ലാമിന്റെ മാത്രം നിയമമല്ല,
അടിമകളായി മുസ്ലിങ്ങൾ പരാജയപ്പെട്ട് മുസ്ലിം പക്ഷത്തു നിന്നുള്ള സ്ത്രീകളെ ശത്രുക്കൾ പിടിക്കുകയാണെങ്കിലും അത് അവരുടെ യുദ്ധാനന്തര സ്വത്താണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് പിന്നെ അവിശ്വാസികൾ പരാജയപ്പെട്ട് അവരെ ഭാര്യമാരെ മുസ്ലിങ്ങൾ എടുക്കുകയാണെങ്കിലും അതും യുദ്ധാനന്തര സ്വത്താണ്. യുദ്ധം അവസാനിക്കുമ്പോൾ കിട്ടുന്ന ഗനീമത്ത് സ്വത്തിൽപ്പെട്ടതാണ്. ഗനീമത്ത് സ്വത്തിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ, കിട്ടുന്ന സമ്പത്ത് എന്ത് ചെയ്യണം? യോദ്ധാക്കൾക്ക് വീതിച്ച് നൽകണം. അപ്പൊ യോദ്ധാക്കൾക്ക് വീതിച്ച് നൽകുമ്പോൾ യുദ്ധാനന്തര സ്വത്ത് എന്ന നിലക്ക് എന്ത് കിട്ടും? മറ്റ് ആയുധങ്ങളും സമ്പത്തും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്ന ഒരു വിഹിതമാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? നിലവിലുള്ള വിവാഹം അടിമകളായി പിടിക്കപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യും? അത് ഒഴിവാക്കുക. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അവരെ മറ്റുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. ഈ കിട്ടിയ സ്ത്രീകളെ മറ്റുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. ഒരടിമ എന്ന നിലക്ക് തന്നെ ഈ കിട്ടിയ ആൾക്ക് അവളെ എന്ത് ചെയ്യാം? നിലനിർത്താം. അതല്ലെങ്കിൽ അയാൾക്ക് ഭാര്യയായി വിവാഹം കഴിക്കുകയും ചെയ്യാം. ഈ 3 നിയമമുണ്ട്. ഇവരെ അടിമയായി നിലനിർത്താം, മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് ചെയ്യും? വിവാഹം കഴിക്കാനും പറ്റും. വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? മഹർ കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കണം എന്ന് മാത്രം. പിന്നീട് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ വിവാഹം കഴിച്ച ഈ പടയാളി, ഈ ആള് മരണപ്പെട്ടാൽ, മരണപ്പെടുന്നതോടുകൂടെ ആ സ്ത്രീ സ്വതന്ത്രയാകും. ഇനി ഇയാളിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ, അടിമയായി നിലനിർത്തിയിട്ടായാലും പ്രശ്നമില്ല, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വിവാഹം കഴിച്ചിട്ടായാലും പ്രശ്നമില്ല, ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയും ആരാവും? സ്വതന്ത്രനാവും. അതാണ് അതിന്റെ അടുത്ത നിയമം. അതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ നമ്മളെ ബുദ്ധിയില്ലായ്മ കൊണ്ട് മനസ്സ് തോന്നിയേക്കും. എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തരമായി പിടിക്കപ്പെടുന്ന ഇവർ എന്തായിരിക്കും? സ്വാഭാവികമായും ഇവരെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അവർ സ്ത്രീകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? സുരക്ഷിതരല്ല, ഉപയോഗപ്പെടുത്തപ്പെടും. അപ്പൊ അത് അവരെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അവരെ അനുവദിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് അനുവദിച്ചു കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അത് അനുവദിച്ചു കൊടുക്കലാണ് ഇത് ബുദ്ധി. പിന്നെ അവർക്ക് വിവാഹം കഴിച്ചാൽ സാധാരണ എല്ലാ ഭാര്യമാരെ പോലുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യും? അവർക്കുണ്ടാകും. വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും? ഒരു ഭാര്യയുടെ പദവിയോടുകൂടി ജീവിക്കാൻ എന്ത് ചെയ്യും? അവകാശം കിട്ടും. ഇത് യുദ്ധത്തിൽ സംഭവിക്കുന്ന അനന്തരമായ ഒരു കാര്യമാണ്. അത് ഏത് പക്ഷത്താണെങ്കിലും ആ നിലക്കാണ് എന്ത് ചെയ്യുക? ഉണ്ടായിരിക്കുകയാണ്. നബി ഈ അങ്ങനെ ഭാര്യമാരായി അല്ലെങ്കിൽ അടിമകളായി കിട്ടുന്ന ആളുകൾക്ക് ഭർത്താക്കന്മാരുണ്ട് എന്ന് അറിയുമ്പോൾ അവരെ സ്വീകരിക്കാൻ ചിലർ എന്ത് ചെയ്തു? മാനസികമായി ചില വിസമ്മതം തോന്നി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും എന്തിട്ട് ഇതിന്റെ തഫ്സീറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാം. വൽ മുഹ്സനാത്തു മിനൻ നിസാ. ഈ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ, ഇഹ്സാൻ അല്ല, ഇഹ്സാൻ. സ്വാദ് ഹിസ്സുൻ എന്ന് പറയും. കോട്ടയ്ക്ക് ഹിസ്സുൻ എന്ന് പറയും. ഈ പ്രതിരോധിക്കുക, തടുക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് കോട്ടയ്ക്ക് ഈ വാക്ക് വരാനുള്ള കാരണമാണ്. കോട്ട എന്നുള്ളതിന് ഈ വാക്ക് വരാനുള്ള ഒരു കാരണം ഇതാണ്. എന്ത്? ഈ ഹെസ് എന്നുള്ള വാക്ക്, അതായത് യുദ്ധസമയങ്ങളിൽ എന്ത് ചെയ്യും? നമുക്ക് അതിൽ ഇരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും? ശത്രു എത്ര ശക്തരാണെങ്കിലും ആ കോട്ട ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്തിടത്തോളം കാലം അതിനുള്ളിൽ അവരെന്തായിരിക്കും? സുരക്ഷിതരായിരിക്കും എന്നുള്ള നിലക്കാണ് ആ വാക്ക് വന്നത്. പക്ഷെ ഈ മുഹ്സനാത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ 3 അർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചാൽ ഈ ആയത്തിൽ തന്നെ വരും. ഇതാ
മുഹ്സിനീന ഗൈറ മുസാഫിഹീന. ഒരർത്ഥം മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അതായത് തൻ്റെ ചാരിത്രത്തിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് തൻ്റെ ചാരിത്രത്തിന് തൻ്റെ വിശുദ്ധിക്ക് ഒരു കളങ്കവും വരാത്ത, വ്യഭിചരിക്കാത്ത, വേശ്യാവൃത്തി ചെയ്യാത്ത സ്ത്രീ, അതായത് തൻ്റെ പതിവ്രത സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലക്ക് അതിന് കോട്ടം തട്ടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവർക്ക് മുഹ്സനാത്ത് എന്ന് പറയും. മറ്റൊന്ന്, മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതിലൂടെ അയാളുടേത് മാത്രമായി എന്താണ് സംരക്ഷിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ എന്ത് പറയും? വിവാഹിത എന്ന അർത്ഥവും എന്തിനു വരും? മുഹ്സനാത്ത് എന്ന വാക്കിന് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്ന അർത്ഥം. അപ്പോൾ പിന്നെ മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സ്വതന്ത്രകളായ സ്ത്രീകൾ, സ്വതന്ത്രകളായ അടിമകളല്ലാത്ത സ്ത്രീകൾ എന്ന അർത്ഥത്തിലും മുഹ്സനാത്ത് എന്ന പദം എന്താണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അത് സന്ദർഭത്തിൽ നിന്നാണ് ഏതർത്ഥാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വൽ മുഹ്സനാത്തു എന്ന് ഒന്നാമത്തെ വാക്കിൽ പറഞ്ഞ അർത്ഥം എന്താണ്? വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, പാതിവൃത്യം സിദ്ധിച്ച എന്നർത്ഥം പറയാം. പക്ഷെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ്? വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ. മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്നും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. നേരത്തെ പറഞ്ഞതിലേക്ക് ചേർത്ത് പറയണം. അപ്പോൾ ഒരു സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവരെ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വിവാഹം കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തപ്പെട്ടതൊഴികെ എന്ന് പറഞ്ഞാൽ അവരെ പറ്റുമെന്നർത്ഥം. അവര് വിവാഹിതരാണെങ്കിലും പറ്റും. എന്നാൽ വിശദമായി നമ്മൾ ഫിഖ് പരിശോധിക്കുമ്പോൾ, അപ്പൊ ഇതേ സമയം ഫിഖിന്റെ ചർച്ചയിലെ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ പറ്റും, ഒരു ഭർത്താവുള്ള ഒരു അടിമ സ്ത്രീയെ, വിവാഹിതയായ ഒരു അടിമ സ്ത്രീയെ ഒരാൾ വാങ്ങുകയോ അയാൾക്ക് ദാനമായി കിട്ടുകയോ ചെയ്താലൊന്നും നിലവിലുള്ള ഭർത്താവിന്റെ ബന്ധം എന്ത് ചെയ്യുകയില്ല? വേറിടുകയില്ല. എപ്പോ മാത്രമേ വേറിടുള്ളൂ? യുദ്ധത്തിലൂടെ പിടിക്കപ്പെട്ട് അടിമയാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ബന്ധം വേർപെടുകയുള്ളൂ. കാരണം ആ ബന്ധം വേർപെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാള് വിവാഹം മോചനം ചെയ്യാതെ അവരെ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. ഇപ്പൊ യുദ്ധത്തിൽ കിട്ടുന്ന മുഴുവൻ സ്ത്രീകളുടെയും വിവാഹമോചനം സാധ്യമാക്കുക എന്നുള്ളത് എന്തല്ല? പ്രായോഗികമായ ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ പൊതുവായൊരു വിധി അവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് വന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതല്ലാത്ത വേറെ ഒരു വഴി നിർദ്ദേശിക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ പറയൂ, ഇതിനേക്കാളും നല്ലൊരു വഴി പറയൂ. ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഇതിനേക്കാളും സുരക്ഷിതമാകുന്ന മറ്റൊരു വഴി പറയൂ എന്ന് പറഞ്ഞാൽ അത് പറയാൻ ആർക്കും എന്തല്ല? സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇസ്ലാം നിർദ്ദേശിച്ചതെന്ന് കാണാൻ പറ്റും. അത് ചിന്തിക്കാതെയാണ് പലപ്പോഴും അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ്. കിതാബല്ലാഹി അലൈക്കും, കണ്ടോ, അതൊന്ന് ഊന്നി പറയാണ്. കിതാബല്ലാഹി അലൈക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. എന്ത്? അല്ലാഹുവും റസൂലും പറയുന്ന ഒരു കാര്യം ഏതാവട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും അതിലൊരു ശരികേടോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. കാരണം അത് ശരിയായ രൂപത്തിൽ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സംശയിച്ച് പോയതിൽ നമുക്ക് ഖേദം തോന്നും. അത്ര ക്ലാരിറ്റി ഉണ്ട് ഓരോ വിഷയം. ഞാൻ എപ്പോഴും പറയുന്നത് സാധാരണ ഈ വെറുതെ ഓരോ ഈ നിരീശ്വരവാദികൾ ഉപലൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ആകുന്ന ആളുകളോട് പറയും, നിങ്ങൾ എന്ത് കൺഫ്യൂഷൻ വന്നാലും ചിന്തിക്കേണ്ടത് ഇതിനൊരു ഉത്തരമുണ്ട്, നല്ല ക്ലാരിറ്റി ഉള്ളൊരു മറുപടി. ആ മറുപടി എനിക്കറിയാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കും. അതെപ്പോ നമ്മൾ കണ്ടെത്തുന്നോ അപ്പൊ നമ്മളെ ശുഭത്ത് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അതിനൊരു നല്ല മറുപടി ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അതിനൊരു സംശയമില്ല. ഉറപ്പായി നമുക്ക് പറയുന്നത് നല്ല മറുപടി ഉണ്ട്. പക്ഷെ ആ മറുപടി ഇപ്പൊ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് എന്താകുന്നത്? ആശയം. ആ മറുപടി എപ്പോ കിട്ടുന്നുവോ അപ്പൊ നമ്മൾ ആശയക്കുഴപ്പം എന്ത് ചെയ്യും? നീങ്ങുമെന്നാണ്. അതുകൊണ്ടാണ് കിതാബല്ലാഹി അലൈക്കും,
നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിയമം, അതായത് അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടുള്ള നിയമമാണിത്. അള്ള പറയുകയാണ് ഈ നിയമം. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ പറ്റൂല. അത്രയും വ്യക്തമായി നിങ്ങൾ ആ നിയമത്തെ എന്ത് ചെയ്യണം? അള്ള പറഞ്ഞു എന്ന നിലക്ക് അതിനൊക്കെ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വഖ്തദൂബി, നിങ്ങൾ അതുകൊണ്ട് ഹിദായത്തിലാകണം. കാരണം ഖുർആനിൽ എന്തു പറഞ്ഞു? ഫഇന്ന ഫീഹി ശിഫാ വന്നൂർ. ഖുർആനിൽ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ശമനമുണ്ട്, ഒരു വിഷയത്തിലുള്ള പരിഹാരമുണ്ട്, അതേപോലെ തന്നെ വെളിച്ചമുണ്ട്. മാത്രമല്ല വഫീഹി തഫ്സീലുൽ ഹലാലി മിനൽ ഹറാം, ഹറാമും ഹലാലും ഏതാണെന്ന് കൃത്യമായി അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു. അപ്പൊ അള്ളയും റസൂലും പറഞ്ഞാൽ പിന്നെ അതിലൊരു ശുഭഹത്തോ ഒരു സംശയമോ നമുക്കൊരിക്കലും ഉണ്ടാവേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നർത്ഥം. കുറേ പറഞ്ഞില്ലേ അല്ലേ? നമ്മള് നിഷിദ്ധമായ സ്ത്രീകൾ, വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകളുടെ നീണ്ട കാര്യങ്ങൾ പറഞ്ഞു. റദാഅത്തിൽ 7, നസബിൽ 7 ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വിവാഹിതയായ സ്ത്രീയെയും നിലവിൽ ഭർത്താവുള്ള സ്ത്രീയെയും കല്യാണം കഴിക്കാൻ പറ്റൂല. എന്നിട്ട് പറയാണ് അതിനപ്പുറത്തുള്ളതെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്തുള്ളതെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ അപ്പോ നിഷിദ്ധമായത് കുറച്ചുള്ളൂ, അതുകൊണ്ട് അത് എണ്ണി പറഞ്ഞു. നിഷിദ്ധമാകാത്തതാണ് കൂടുതൽ. ഇതല്ലാത്ത ലോകത്തെ ഏത് ഭാഷയും ഏത് നാട്ടിലും ഏത് രാജ്യത്തും ഏത് പ്രായത്തിലും ഏത് രൂപത്തിലുള്ള സ്ത്രീയെയും മുസ്ലിമാണോ മുഅ്മിനത്താണോ നമുക്ക് എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാം. അതൊക്കെ പാടെ എണ്ണി പറയാൻ കഴിച്ചു? അതൊക്കെ പാടെ എണ്ണി പറയാൻ കഴിയൂല. ഈ പറ്റാത്തത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എണ്ണി പറയാൻ പറ്റൂ. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? വിവാഹിതയായ സ്ത്രീയെയും കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് പിടിച്ചിട്ട് എന്താണ് ഹദീസ് നിഷേധിക്കുന്നവരെ നമ്മൾ ഖുർആൻ നിഷേധികൾ എന്നാണ് പറയേണ്ടത്. കാരണം ഖുർആൻ പറഞ്ഞതാണ് അത്തിയുല്ലാഹു അത്തിയുർ റസൂൽ, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം എന്ന് എയിലുള്ളത് ഖുർആൻ. റസൂൽ ഫഖദുഹു വമാ നഹാകും അൻഹു ഫൻതും. അതുകൊണ്ട് ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അയാൾ ഹദീസ് നിഷേധിക്കുന്ന ആള് എന്നല്ല പറയേണ്ടത്, മറിച്ച് എന്താ പറയേണ്ടത്? ഖുർആൻ നിഷേധിക്കുന്ന ആള് എന്നാണ്. അപ്പോ അത് രണ്ടും രണ്ടായിട്ടല്ല കാണേണ്ടത് നടത്തും. അപ്പൊ ഈ പുതിയ പുതിയ ഗവേഷണങ്ങളാണ്. അപ്പൊ ആ ഗവേഷണാടിസ്ഥാനത്തിൽ ഈ ആയത്തിന് പറഞ്ഞൊരു ഗവേഷണമാണ് എന്തറിയോ? അള്ള ഖുർആനിൽ എണ്ണി പറഞ്ഞ ഈ ആളുകളല്ലാത്ത മറ്റൊരു സ്ത്രീയും നമുക്ക് എന്തല്ല? നിഷിദ്ധമല്ല എന്ന് ഇത്രയും വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം? ഏട്ടത്തിനെയും അനുജത്തിനെയും എന്ത് ചെയ്യാം? ജമ ചെയ്യാം. ഇതിലുണ്ട് ഒരാൾക്ക് പിന്നെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാം, അവളെ താഴിലിന് കല്യാണം കഴിക്കാം കേട്ടോ. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം, അവളെ അമ്മായിനെയും കല്യാണം കഴിക്കാം, അവളെ ഇളയമാനെയും കല്യാണം കഴിക്കാം. കാരണം എന്താ? നീ പറഞ്ഞപ്പോ നമ്മൾ എണ്ണി പറഞ്ഞിൽ പറഞ്ഞോ ഒഹിലക്കും അവറ അതായിരിക്കും. പിന്നെ മുശ്രിക്കായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇതിൽ മുശ്രിക്കിനെ പറഞ്ഞോ? ഇതിൽ മുശ്രിക്കിനെ എണ്ണി പറഞ്ഞോ? ഇല്ല. അപ്പൊ മുശ്രിക്കിനെ കല്യാണം കഴിക്കാം. പല വാദപ്രകാരം അങ്ങനെയല്ലേ വരിക. പിന്നെ 3 തലാഖ് കഴിഞ്ഞാൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂ? വേറൊരാൾ കല്യാണം കഴിച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും പടച്ചോന്തി പറഞ്ഞോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യാറിയോ? അവനാണ് ഇങ്ങനെ തോന്നുന്നത് ആണ് പറയണേ. അങ്ങനെ പറയാൻ പറ്റും. ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ. അപ്പൊ ഖുർആൻ ഒരു കാര്യം വന്ന് ഹദീസിൽ വന്നാൽ അതയിന്ന് എക്സെപ്റ്റ് ചെയ്തു, മനസ്സിലായില്ലേ? പിന്നെ നെസബ് കൊണ്ട് പിന്നെ നിഷിദ്ധമാകുന്നതൊക്കെ റദാഅത്ത് കൊണ്ട് നിഷിദ്ധമാകും എന്ന് പറയുന്നത് ഫുള്ള് തിരി വന്നോ? അത് ഹദീസിൽ നിന്നാണ് കിട്ടുക. അപ്പോ വറാഅദാലിക്കും അതിനപ്പുറത്തുള്ളതൊക്കെ അനുവദനീയാണ് പറഞ്ഞാൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടേ അതിനപ്പുറത്തുള്ളത് അനുവദനീയമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടാലോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനപ്പുറത്തുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ധനം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത്, മഹർ കൊടുത്ത് നിങ്ങൾ ആ സ്ത്രീകളെ എന്ത് ചെയ്യുക? നേടിയെടുക്കുക. ആ സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ആ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. അമ്പാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. മുഹ്സിനീന ഗൈറ മുസാഫിഹീന. എങ്ങനെ ആയിക്കൊണ്ട്? മുഹ്സിനീന,
നിങ്ങൾ എന്താണ് പിന്നെ പാതിവൃത്യം ചാരിത്രം സൂക്ഷിക്കുന്നവരായ നിലയിൽ, അതായത് വ്യഭിചരിക്കുന്നവരായിക്കൊണ്ട് മുസാഫിക്കുന്നതാണ് സഫ എന്ന ചിന്ത എന്നർത്ഥം. അതായത് അന്യായമായി തൻ്റെ എന്ത് ചെയ്യുക, വ്യഭിചരിക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ മുസാഫിർ അതല്ലാത്ത നിലയിൽ നിങ്ങൾ എന്താണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം ഇതിൻ്റെ കൂടെ പറയാണ്ട്, അതായത് വിവാഹ ജീവിതത്തിൽ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോഴും ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ടത് അവിടെ ചാരിത്രത്തിനാണ് എന്നുള്ളത്. അവിഹിതങ്ങളില്ലാത്തവരെയാണ് കല്യാണം കഴിക്കുന്നത്. അതാണ് ഏറ്റവും. ഇപ്പൊ ഈ അഫയറൊക്കെയായി കല്യാണം കഴിക്കാൻ പോണ കുട്ടിയോട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അതായത് അവിഹിതമായി സ്ത്രീകളെ എന്താണ് പിന്നെ കൈക്കലാക്കാൻ നോക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടല്ലേ നീ അവൻ്റെ അടുത്ത് പെട്ടുപോയത്. അപ്പൊ അങ്ങനത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, പ്രിഫർ ചെയ്യാൻ പറ്റൂല, മുൻഗണന കൊടുക്കാൻ പറ്റൂല. എപ്പോഴും ഇസ്ലാം അതിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു ലൈംഗികമായ രംഗത്തുള്ള സൂക്ഷ്മത പാലിക്കുക എന്നത് ഈ വിഷയത്തിൽ എന്താണ് ഏറ്റവും പ്രധാനം. അതായത് മുസ്തഅഫീന, നല്ല ഇഫ്ഫത്ത് പാലിക്കുന്ന ആളുകൾ, അനിസിന വ്യഭിചാരത്തിൽ നിന്നും, അതായത് മറ്റു സ്ത്രീകളിൽ നിന്നൊക്കെ എന്താണ് പരിശുദ്ധി പറഞ്ഞു. അഭിഹിതങ്ങളായ ബന്ധങ്ങൾ ഇല്ലാത്ത നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മഹർ കൊടുത്തിട്ട് ഇവർ വിവാഹം കഴിക്കണം എന്നാണ്. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന ഫആതൂഹുന്ന ഉജൂറ. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന, അപ്പോൾ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായി ആ വിവാഹം കഴിച്ച സ്ത്രീകളെ എന്ത് ചെയ്യും, ഒരു സ്ത്രീ എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള അവകാശവും അർഹതയും ഒരു ഭർത്താവിനുണ്ട്. പക്ഷേ ഫമസ്തംതഅതും, നിങ്ങൾ അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്താണ്, അവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മിൻഹുന്ന, സ്ത്രീകളിൽപ്പെട്ടവരെ നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫആതൂഹുന്ന, അവർക്ക് നിങ്ങൾ നൽകണം, ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലം, അതായത് വിവാഹ മൂല്യം, അവരുടെ വിവാഹ മൂല്യം നിങ്ങൾ നൽകണം. ഫരീളത്തൻ, നിർബന്ധപൂർവം അല്ലെങ്കിൽ ഒരു ബാധ്യതയായി. എന്താണ് ഈ പറയുന്നത്? മഹർ നിശ്ചയിച്ചാൽ ആ മഹർ തീരുമാനമാക്കിയിട്ടേ ആ സ്ത്രീയുമായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബന്ധപ്പെടാൻ പാടുള്ളൂ. മഹർ പൂർണ്ണമായും കൈമാറണമെന്നില്ല, അത് കൊടുക്കാനുള്ള വ്യവസ്ഥകൾ എന്ത് ചെയ്യണം, എല്ലാം പൂർത്തിയായിരിക്കണം. അത് നിശ്ചയിക്കാതെ പൂർത്തിയാക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന്. ഇവിടെ മഹർ കൊടുക്കുക എന്നുള്ളത് ഒരു ഔദാര്യമോ ദാനമോ സ്വതക്കയോ ഒന്നുമല്ല. അത് ഫരീളത്തൻ ആണ്. ഫരീളത്തൻ, നിർബന്ധമായിട്ടുള്ള, ഏറ്റവും നിർബന്ധപൂർവ്വം നിശ്ചിത ബാധ്യതയായി നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. മഹർ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹർ കൊടുക്കുക എന്നുള്ളത്. ശരിക്ക് അൽ ഉജൂർ ഹിയ മുഖാബലത്തുൽ ഇസ്തിംതാഅ്, ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തുന്നതിന് മുഖാബലയായി, അതിന് പകരമായി നൽകുന്ന ഒന്നാണ് എന്ത്, മഹർ എന്ന് പറഞ്ഞത് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫരീളത്തൻ എന്ന് പറഞ്ഞത് ഐ ഫറളഹുല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലൈസ ബിമൻസിലത്തി തബറു, ഒരിക്കലും അതെന്തല്ല തബറു ആയിട്ട്, നമ്മുടെ ഔദാര്യമായി നമ്മൾ സ്പോൺസർഷിപ്പായി കൊടുക്കുന്ന ഒരു സംഗതി അല്ല അത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായി കൊടുക്കേണ്ട കാര്യമാകുന്നു. പിന്നെ ഫരീദത്തിന് മുഖദ്ദറത്ത്, നിർണയിക്കപ്പെട്ട ഒന്നാണ് എന്ന അർത്ഥവും ഫരീദത്തിന് കിട്ടും. വലാ ജുനാഹ അലൈക്കും ഫീമാ തറാളൈതും ബിഹി, വലാ ജുനാഹ അലൈക്കും. ഇനി മഹർ നിശ്ചയിച്ചു, മഹർ കൊടുക്കേണ്ട ഒരു സന്ദർഭം വന്നു. അപ്പൊ എന്ത് ചെയ്തു, ആ മഹർ നിശ്ചയിച്ച മഹർ അയാൾക്ക് കൊടുക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അയാൾക്ക് ഇളവ് ചെയ്തു കൊടുക്കാൻ അവൾക്ക് അവകാശമുണ്ട് കേട്ടോ. കല്യാണ സമയത്ത് പറഞ്ഞത് 3 പവനാണ്, നിങ്ങൾ 2 തന്നാൽ മതി, ഇടങ്ങാറാകണ്ട നോക്ക് പറയാം. പക്ഷെ അവിടെയൊക്കെ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചാൽ പെണ്ണിനെക്കാളും ആണാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറയേണ്ടത് എനിക്ക് 3 പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് 5 തരികയാണെന്നാ പറയേണ്ടത് എന്നാണ് ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാകും.
നമ്മൾ നേരെ തിരിച്ച ചിന്തിക്കണത് 3 കൊടുത്തത് 2 ആക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. ഈ കൊടുക്കുക എന്നുള്ളത് എപ്പോഴും എന്താണ്? കൊടുക്കുക എന്നതിനാണല്ലോ അവിടെ പ്രാമുഖ്യം. അതുകൊണ്ട് വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രോത്സാഹനം, കുറക്കുന്നതിനല്ല പ്രോത്സാഹനം എന്നാണ് ഇതിന്ന് എന്ത് ചെയ്യുക പൊതുവെ കേട്ടോ. കേട്ടോ, ഒന്നാമത് സാഹിത്യ പറഞ്ഞതാണ് എന്താണ്? ഭർത്താവിന് അത് അധികരിപ്പിക്കാം, അല്ലെങ്കിൽ ഭാര്യക്ക് അതിൽ വിട്ടുവീഴ്ച ചെയ്യാം. 2 ആയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ പറ്റും? മനസ്സന്തോഷത്തോടു കൂടെ ഒരു ഹറാം ഒന്നാമായി തിന്നണ്ട, നല്ല ഹലാല് തിന്നുന്ന മാതിരി അധ്വാനിച്ച പണം കൊണ്ട് തിന്നുന്ന പോലെ അത് ഭക്ഷിക്കുന്നതിന് ഒരു പ്രശ്നവും അതുകൊണ്ടില്ലാന്ന്. ഭീമാ തറാലയിത്തും ബിഹി എന്താണ്? നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുവോ? തറാലയിത്തും എന്നത് പരസ്പരം തൃപ്തിപ്പെടും. മിംബഅദിൽ ഫരീള എന്താണ്? ഇത് ബാധ്യതയായി നിശ്ചയിച്ചതിന് ശേഷം, മിംബഅദ് ഇത്ര കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിലെന്ത് ചെയ്യാണ്? നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്തുകയാണെങ്കിൽ അതിന് യാതൊരു വിരോധവും ഇല്ല എന്നാണ് പറയുന്നത്. 2 പേർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളാവുന്നു. എപ്പോഴും ഈ പുരുഷന്മാരെപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ആഭരണം ആണ് എപ്പോഴും ഒരു പരിഹാരമായി ആദ്യം കാണുക. മനസ്സിലായില്ലേ? അതിപ്പോ മഹറാണെങ്കിലും ഈ മഹറൊക്കെ ഒരു ദയയില്ലാതെ എന്ത് ചെയ്യും? വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിച്ചു. അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മഹർ ഉപയോഗിക്കാൻ പാടില്ലാതാണ്. മനസ്സംതൃപ്തിയോടെ തരണം. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ ആഭരണം തരുമോ? സാധ്യത ഇല്ല എന്നല്ലേ പറയണത്. അപ്പൊ ഇതൊന്നും മനസ്സംതൃപ്തിയോടല്ലേ വാങ്ങണത് എന്നുള്ളതാണ് സത്യം. മനസ്സംതൃപ്തിയോടുകൂടെ കൊടുക്കണം, അപ്പോഴതൊക്കെ തിന്നാൻ പറ്റും. ഇന്നല്ലാഹു കാന അലീമൻ ഹക്കീമ, തീർച്ചയായും അള്ളാഹു എന്താണ്? സർവജ്ഞനും അഗാധത്തിനും ആകുന്നത്. അതിന് അവസാനം പറഞ്ഞത് അള്ളാഹു പറയുന്ന കാര്യങ്ങളിൽ ഉള്ളതിനേക്കാളും വലിയൊരു യുക്തി വേറൊന്ന് നമുക്ക് കണ്ടെത്താൻ ഈ വിഷയത്തിൽ ഒന്നും എന്തല്ല സാധ്യല്ല. പടച്ചോൻ പറഞ്ഞതിനേക്കാളും നല്ല നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും എന്നാണ് അവസാനം പറയുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمحصنات من النساء إلا ما ملكت أيمانكم. 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 كتاب الله عليكم. كتاب الله عليكم. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء ذلكم أن تبتغوا. وأحل لكم ما وراء أن تبتغوا بأموالكم محصنين غير مسافحين. أن تبتغوا بأموالكم محصنين غير مسافحين. فما استمتعتم به منهن فآتوهن أجورهن فريضة. فاستمتعتم به منهن فآتوهن أجورهن فريضة.
فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به ولا جناح عليكم فيما تراضيتم به ولا جناح عليكم فيما تراضيتم به من بعد الفريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما إن الله كان عليما حكيما